ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ഞാൻ അഞ്ജലി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിലെ ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എടുത്തിട്ട് പോകാം. അതിന് മുന്നേ എവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അവർ ക്യാരക്ടർ ഈസ് ടിൽ. ഓക്കെ, ഐ തിങ്ക് യു റിമെമ്പർ. Till reached at the palace of Archduke of Battenberg on his donkey. At the main entrance to the palace, captain of the guard called him. വിളിക്കാണ്. Heather, you fell on the donkey. We don't allow any loafers here. Okay. Then Till dismounted from his donkey. Okay. Dismounted from his donkey. അവിടെയാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിസ്മൗണ്ടഡ് എന്നുള്ള വാക്കിൻ്റെ മീനിങ്. ഡിസ്മൗണ്ടഡ് എന്താണ്? ഡിസ്മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എവിടെ നിന്നാണ് ഇറങ്ങുന്നത്? ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. കഴുതപ്പുറത്ത് നിന്നല്ലേ ഇറങ്ങുന്നത്. ഓക്കെ, ടിൽ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. അപ്പോൾ നമുക്ക് ബാക്കി ചാപ്റ്ററിലേക്ക് പോകാം. ദെൻ ഹി bowed low and said, "May God bless you, Sir Captain. If I look like a skeleton, it's not my fault. I'm very hungry. I have come here because I'm forced to. If you will be so good as to give me a piece of gold cord that you wear on your coat, I will go and hang myself by the teeth on that large mutton that I see hanging in that butcher's shop." അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Till dismounted from his donkey. Then അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ആയിക്കോട്ടെ, പരിചയമുള്ള ആൾക്കാരായിക്കോട്ടെ, നമ്മൾ കണ്ടുമുട്ടുമ്പോൾ പല രീതിയിലായിരിക്കാം അഭിവാദ്യം ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും, ഒരു സാല്യൂട്ടേഷൻ ആയിരിക്കാം, അല്ലെങ്കിലോ ജസ്റ്റ് ഒരു ഷേക്ക് ഹാൻഡ് ആയിരിക്കാം. ഇനി അതും അല്ലെങ്കിലോ നമ്മൾ നമസ്തേ എന്നായിരിക്കും പറയുക. ഇങ്ങനെ ഡിഫറെൻറ്റ് വേസിലാണ് നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്യുക, അഭിവാദ്യം ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ ടില്ലിൻ്റെ വേ ഓഫ് കസ്റ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റ രീതി, അഭിവാദ്യം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു, ഐ ഓൾറെഡി സെഡ് ദാറ്റ് ടിൽ ഈസ് എ വെൽ മാനേർഡ് മാൻ. നല്ല മര്യാദ ഉള്ള ആളാണ്. അപ്പം എങ്ങനെയാ? ടിൽ ബോഡ് ലോ, ഒന്ന് താണു വണങ്ങാണ്. ഓക്കെ, ടില്ലിനെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് പറഞ്ഞിട്ടുണ്ട്, യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെലിറ്റൻ. വി ഡോണ്ട് അലോ, ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ. സോ whenever Till heard that, he dismounted from his donkey and bowed low. താണു വണങ്ങാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആണ്, ഒരു മറുപടിയാണ് ടില്ലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എന്നിട്ട് പറയാണ്, മേ ഗോഡ് ബ്ലസ് യു സർ ക്യാപ്റ്റൻ. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. മേ ഗോഡ് ബ്ലസ് യു സർ ക്യാപ്റ്റൻ, അങ്ങേ ദൈവം അനുഗ്രഹിക്കട്ടെ. ദെൻ ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെലിറ്റൻ, ഞാനൊരു സ്കെലിറ്റൻ എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അസ്ഥിക്കൂടമായിരുന്നു അല്ലേ? ഓക്കെ, ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെലിറ്റൻ, എന്നെ കാണാൻ ഒരു സ്കെലിറ്റൻ പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. എന്താണ് ഫോൾട്ട്? നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ഫോൾട്ട് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് ആണ്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണ്, തെറ്റ് എന്നാണ് അർത്ഥം. അപ്പം ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് എന്ന് പറഞ്ഞാലോ, അതെൻ്റെ തെറ്റല്ല. ഓക്കെ, ഐ എം വെരി ഹംഗ്രി. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹംഗ്രി, വിശപ്പ് കൊണ്ടാണ്. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെലിറ്റൻ, ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹംഗ്രി, വിശപ്പ് കൊണ്ടാണ്. ദെൻ ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു. എന്താണ്? ഞാൻ നിർബന്ധിക്കപ്പെട്ടിട്ട് വന്നതാണ്, ഗതികേട് കൊണ്ടാണ് വന്നത്. ഐ ആം ഫോഴ്സ്ഡ് ടു, ഞാൻ നിർബന്ധിക്കപ്പെട്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇഫ് യു വിൽ ബി സോ ഗുഡ്, എന്താണ്? യു വിൽ ബി സോ ഗുഡ്. ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത് അല്ലേ? നിങ്ങൾ അത്രയ്ക്ക് നല്ലവനാണെങ്കിൽ, ഈഫ് ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഈഫ് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും മലയാളത്തിൽ പറയുമ്പോൾ അവസാനത്തേക്കാണ് എങ്കിൽ എന്നൊരു അർത്ഥം കൊടുക്കുക. ഓക്കെ, ഇഫ് യു വിൽ ബി സോ ഗുഡ്, നിങ്ങൾ അത്രയ്ക്ക് നല്ലവനാണെങ്കിൽ. ആസ് ടു ഗിവ് മീ എ പീസ് ഓഫ് ഗോൾഡ് ദാറ്റ് യു വെയർ ഓൺ യുവർ കോട്ട്. ആസ് ടു ഗിവ് മീ എ പീസ് ഓഫ് ഗോൾഡ്. പീസ് എന്ന് പറഞ്ഞാൽ എന്താ? കഷ്ണല്ലേ? പീസ് ഓഫ് ഗോൾഡോ, സ്വർണത്തിൻ്റെ കഷ്ണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം ഒക്കെ ഇട്ട് നല്ല ഗെറ്റപ്പിലാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ യൂണിഫോമിലെ സ്വർണത്തിൻ്റെ ഒരു കഷ്ണം തന്നാൽ, അത്രയ്ക്കും നല്ലവനാണ് നിങ്ങളെങ്കിൽ, ഞാൻ എന്ത് ചെയ്യും?
I will go. ഞാൻ പോകും. I will go and hang myself by the teeth on that large leg of mutton that I see hanging in that butcher's shop. ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത കണ്ടിന്യൂസ് ആയി വരുന്നൊരു സെൻറ്റൻസ് ആണ്. കുറച്ച് ലെങ്തി ആണ്, നീളമുള്ള സെൻറ്റൻസ് ആണ്, ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? അത്രയ്ക്ക് നല്ലവനാണെങ്കിൽ സ്വർണത്തിൻ്റെ കഷ്ണം തന്നാൽ ആ ബുച്ചറിൻ്റെ ഷോപ്പ്. ആരാണ് ഒരു ബുച്ചർ എന്ന് പറഞ്ഞാൽ? ബുച്ചർ ആരാണ്? ബുച്ചർ എന്ന് പറഞ്ഞാൽ ഇറച്ചിക്കടക്കാരൻ എന്നാണ് അർത്ഥം. മട്ടൻ എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട്. ചിക്കൻ എന്ന് പറഞ്ഞാൽ കോഴിയിറച്ചിയാണ് അല്ലേ? ബീഫോ? പോത്തിൻ്റെ ഇറച്ചിക്കാണ് നമ്മൾ ബീഫ് എന്ന് പറയാം. ഓക്കെ, അപ്പം മട്ടൻ എന്ന് പറഞ്ഞാലോ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്. ആടിൻ്റെ ഇറച്ചിക്കാണ് മട്ടൻ എന്ന് പറയാം. അപ്പോൾ ആ ബുച്ചറിൻ്റെ ഷോപ്പിൽ ഒരു ആടിനെ തൂക്കിയിട്ടിട്ടുണ്ട്, ആട്ടിറച്ചി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലെഗിൽ ഞാൻ എൻ്റെ ടീത്ത് കൊണ്ട്, പല്ലുകൊണ്ട് തൂങ്ങിക്കിടക്കായിരുന്നു. നിങ്ങളുടെ സ്വർണത്തിൻ്റെ ചരട് തന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഞാൻ പോയിട്ട് ആ മട്ടൻ്റെ പീസ് വാങ്ങി കഴിക്കായിരുന്നു. ഓക്കെ, കഴിക്കും എന്ന് പറയുന്ന അത്രയും മതി. പക്ഷേ ടില്ലെ എല്ലാ കാര്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയാം. ഞാൻ ബുച്ചറിൻ്റെ ഷോപ്പിൽ പോയി മട്ടൻ വാങ്ങി കഴിക്കുമെന്ന് പറഞ്ഞാൽ മതി. പകരം ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ചുറ്റി വളഞ്ഞ് പറയുന്നൊരു പ്രകൃതമാണ് ടില്ലിന്. ഇൻഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ടിൽ എല്ലാ കാര്യവും പറയാം. ഓക്കെ, അപ്പോൾ അത്രയാണ് സെക്കൻഡ് പാരഗ്രാഫ്. ദെൻ വി ഹാവ് ടു മൂവ് ഓൺ ടു ദി തേർഡ് പാരഗ്രാഫ്. മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. He looked curiously at Till. Where do you come from? He asked. From Flanders, replied Till. What do you want? I should like to show His Highness the Archduke one of my paintings. I am a painter. Okay, അവിടെ വരെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ക്യാപ്റ്റൻ വെറുതെ നിൽക്കുകയാണോ നമ്മുടെ ഈ ഒരു പാലസിൻ്റെ ഫ്രണ്ടിൽ? അല്ല, ഹി വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ്. എന്താണ് കളിക്കുന്നത്? ചെസ് ആണ്. ഒറ്റയ്ക്കാണോ ചെസ് കളിക്കുന്നത്? അല്ല, വിത്ത് അനദർ ഓഫീസർ. വിത്ത് എന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരാൾ കൂടെ ഉണ്ട്, മറ്റൊരു ഓഫീസറിൻ്റെ കൂടെ. ഹി വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്, നമുക്കറിയാം, ഗാർഡ്സ് ഒക്കെ ഉണ്ടല്ലോ. ഹി വാസ് പ്ലേയിങ് ചെസ് വിത്ത് അനദർ ഓഫീസർ. ആര്? ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. ദെൻ ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടിൽ. ചില്ല് പറഞ്ഞില്ലേ സ്വർണത്തിൻ്റെ കഷ്ണം നിന്നാൽ പോയി വാങ്ങായിരുന്നൊക്കെ. അത് കേട്ടപ്പോൾ ക്യാപ്റ്റൻ ലുക്ക്ഡ് ക്യൂരിയസ്ലി, സംവാട്ട് ക്യൂരിയസ്ലി. ക്യൂരിയസ്ലി എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത അല്ലെങ്കിൽ അരുതാത്ത എന്തോ കേട്ടതുപോലെ ജിജ്ഞാസയോടെ, ഓക്കെ, അല്ലെങ്കിൽ അത്ഭുതത്തോടെ, ആകാംക്ഷയോടെ നോക്കുകയാണ്. ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടിൽ. ദെൻ ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ. എന്താണ്? വേർ ഡു യു കം ഫ്രം? കുറച്ച് എന്താ പറയുക, ദേഷ്യത്തിൽ ചോദിക്കുക. വേർ ഡു യു കം ഫ്രം? എവിടെ നിന്നാണ് വരുന്നത്? Till replied that I am coming from Flanders. എവിടെ നിന്നാണ് വരുന്നത്? I am coming from Flanders. അദ്ദേഹത്തിൻ്റെ കൺട്രി അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുന്നത് ഫ്ലാൻഡേഴ്സ് ആണ്. I am coming from there. Then the second question is that what do you want? എന്താണ് വേണ്ടത്? ക്യാപ്റ്റൻ ചോദിക്കുക കേട്ടോ. Then Till replied that. Till മറുപടി പറയാം. I should like to show His Highness. ആരാണ് His Highness എന്ന് പറഞ്ഞാൽ? രാജാവിനെ ഇവിടെ ഇവരിങ്ങനെയാണ് പറയാം. ഓക്കെ, His Highness, രാജാവിനെ മുഖം കാണിക്കണം. നമ്മളിപ്പോൾ തമ്പുരാനെ മുഖം കാണിക്കണം അല്ലെങ്കിൽ പ്രഭുവിനെ മുഖം കാണിക്കണം. ഇവിടെ ആർച്ച് ഡ്യൂക്കാണ് രാജാവിൻ്റെ സ്ഥാനപ്പേര്. അപ്പോൾ ആർച്ച് ഡ്യൂക്കിനെയാണ് എന്ത് പറയുന്നത്? His Highness. So I should like to show His Highness the Archduke one of my paintings. എന്താ കാണിക്കേണ്ടത്? I would like to show one of my paintings to Archduke. ആർച്ച്ഡ്യൂക്കിനെ one of my paintings, എൻ്റെ പെയിൻറ്റിങ്സിൽ ഒന്ന് കാണിക്കാനുണ്ട്. ഓക്കെ, ബേസിക്കലി ഐ ആം എ പെയിൻറ്റർ. ഞാൻ ആരാണ്? ഐ ആം എ പെയിൻറ്റർ. ഞാനൊരു പെയിൻറ്ററാണ്, ചിത്രകാരനാണ്. ഓക്കെ, അവിടെ വരെയാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. ബാക്കി നോക്കാം. ദെൻ ക്യാപ്റ്റൻ പറയാണ്, വെൽ ഇഫ് യു ആർ എ പെയിൻറ്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ് യു മേ കം ഇൻ. എന്താ പറയുന്നത്? ഇഫ് യു ആർ എ പെയിൻറ്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ് യു മേ കം ഇൻ, സെഡ് ദ ക്യാപ്റ്റൻ സംവാട്ട് ഇംപ്രസ്ഡ്. ക്യാപ്റ്റൻ ഇവിടെ ഫ്ലാറ്റ് ആവുകയാണ്. എന്താണ് ഫ്ലാറ്റ് ആവുക എന്ന് പറഞ്ഞാൽ? ക്യാപ്റ്റൻ ഇംപ്രസ്ഡ് ആയി. കാരണം റീസൺ പറയാം.
അപ്പോൾ ഞാൻ പെയിൻറ്ററാണ്, ഐ എം എ പെയിൻറ്റർ, ഐ എം കമ്മിങ് ഫ്രം ഫ്ലാൻഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ക്യാപ്റ്റൻ പറയാണ് ഇഫ് യു ആർ എ പെയിൻറ്റർ, ഈ ഒരു പെയിൻറ്റർ ആണെങ്കിൽ, ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ്, ഫ്ലാൻഡേഴ്സ് എന്നാണ് വരുന്നതെങ്കിൽ യു മേ കം എന്നല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് അകത്തേക്ക് വരാം. ക്യാപ്റ്റൻ വാസ് ഇംപ്രസ്ഡ്. ദെൻ ദ ക്യാപ്റ്റൻ ന്യൂ ദാറ്റ്, ക്യാപ്റ്റൻ അറിയാം, നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ക്യാപ്റ്റൻ ന്യൂ ദാറ്റ് ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് and their pictures were in great demand all over Europe. Till was presented to the Archduke. He saluted Archduke 3 times and stood before him with his head bowed. May your Highness pardon me for my rashness in thinking that one of my paintings will please your Highness. നമുക്ക് ഇവിടെ വരെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, the captain knew that, captain knew that, captain അറിയാം. V1 V2 V3 നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ. V1 V2 V3 എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ 3 രൂപങ്ങളാണ്. ഓക്കെ, വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ. അപ്പം നോ, KNOW, നോ എന്ന് പറഞ്ഞാൽ എന്താ, അറിയുക. ഐ നോ യു, എനിക്ക് നിന്നെ അറിയാം. ഓക്കെ, KNEW, ന്യൂ, KNOWN, നോൺ, നോ, ന്യൂ, നോൺ. ഇതാണ് നോ എന്നുള്ള വെർബിൻ്റെ 3 രൂപം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ ന്യൂ ദാറ്റ്, ക്യാപ്റ്റന് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമുണ്ട്. ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ്, ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാരാ ബേസിക്കലി ഇന്ത്യൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ത്യൻ. അമേരിക്കയിലുള്ള ആൾക്കാരെയോ അമേരിക്കൻ, ജപ്പാനിലുള്ള ആൾക്കാരെയോ ജാപ്പനീസ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ ജാപ്പനീസ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ചൈനയിലുള്ള ആൾക്കാരെ ചൈനീസ്, അങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ സിമിലർലി അതുപോലെ ഫ്ലാൻഡേഴ്സ് ആണല്ലോ ടില്ലിൻ്റെ പ്ലേസ്, ഫ്ലാൻഡേഴ്സിലുള്ള പീപ്പിളിനെയാണ് എന്ത് പറയുക, ഫ്ലെമിഷ്. ഓക്കെ, സോ സിമിലർലി ഫ്ലെമിഷ് എന്ന് പറഞ്ഞാൽ ദ പീപ്പിൾ ഫ്രം ഫ്ലാൻഡേഴ്സ്, ഫ്ലാൻഡേഴ്സിലുള്ള ആൾക്കാരെയാണ് ഫ്ലെമിഷ് എന്ന് പറയുക. സോ ക്യാപ്റ്റൻ ന്യൂ ദാറ്റ് ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് ആൻഡ് ദയർ പെയിൻറ്റിങ്സ് were in great demand all over Europe. all over Europe എന്താ അതിൻ്റെ മീനിങ്? all over Europe, യൂറോപ്പിൽ മുഴുവനും, all over Europe. So Flemish painters and their pictures were in great demand. നല്ല ഡിമാൻഡാണ്. ഓക്കെ, ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. were in great demand all over Europe. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഫ്ലെമിഷ് പെയിൻറ്റേഴ്സിനും അവരുടെ പിക്ചേഴ്സിനും യൂറോപ്പിലാകമാനം നല്ല ഡിമാൻഡാണ്. ദ ക്യാപ്റ്റൻ ന്യൂ ദാറ്റ്, ക്യാപ്റ്റൻ ഇതറിയാം. ദാറ്റ്സ് വൈ ക്യാപ്റ്റൻ allowed, അനുവദിച്ചു, allowed till to come to the palace. അതുകൊണ്ടാണ് പാലസിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി സമ്മതിച്ചത്. ഓക്കെ, then till was presented to the archduke, till was presented to the archduke, till was presented in front of archduke. ആർച്ച്ഡ്യൂക്കിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാണ് ചില്ലിനെ. പ്രസൻറ്റ് ചെയ്യാൻ നമുക്കറിയാലോ, അവിടെ കൊണ്ടുപോവാണ്. then till saluted archduke 3 times. എത്ര ടൈമാണ്? ഒരു തവണ സാല്യൂട്ട് ചെയ്തതാണോ? അല്ല, നമ്മൾ പറഞ്ഞു ടില്ലിൻ്റെ അഭിവാദ്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് വേസിലാണ്, വ്യത്യസ്ത തരത്തിലാണ്. അപ്പോൾ ആദ്യം ബോർഡിലോ തലകുനിച്ചിരുന്നു ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡിൻ്റെ മുന്നിൽ. ഇവിടെ ആർച്ച്ഡ്യൂക്കിനെ കണ്ടപ്പോൾ till saluted 3 times, 3 തവണ സല്യൂട്ട് ചെയ്യാണ്. ആരെ? ആർച്ച്ഡ്യൂക്കിനെ. stood before him with his head bowed. എങ്ങനെയാണ്? ഏറ്റവും നല്ല എളിമ, നമുക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് എന്ത്? മറ്റുള്ളവർക്ക് മുമ്പ് സംസാരിക്കുമ്പോഴും അവരോട് പെരുമാറുമ്പോഴും ഏറ്റവും നല്ല മര്യാദയും അതുപോലെ തന്നെ എളിമയും കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം നമ്മൾ. നിങ്ങൾ കുട്ടികളാണ്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ടിൽ അത്തരത്തിലുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു. സോ ഹി സ്റ്റുഡ് ബിഫോർ ദ ആർച്ച്ഡ്യൂക്ക്, ഹിസ് ഹെഡ് ബോഡ്, തല കുനിച്ചിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അത് നല്ലൊരു മര്യാദയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ദെൻ ഒരു പറയാണ്, May your highness pardon me. എന്താണ് pardon me എന്ന് പറഞ്ഞാൽ? Pardon means forgive me, എന്നോട് ക്ഷമിച്ചാലും. May your highness pardon me. For എന്തിനാ? For my rashness in thinking that one of my paintings will please your highness. Pardon me for my rashness. എന്താ rashness എന്ന് പറഞ്ഞാൽ? തിടുക്കാണ്, എനിക്ക് തിടുക്കായിരുന്നു ഇവിടേക്ക് വരാൻ. For my rashness in thinking that one of my paintings will please your highness. Please ചെയ്യാ, ദയവായി എന്നുള്ള അർത്ഥമാണോ? Please give me your pen, ദയവായി നിന്റെ പെന്നൊന്ന് തരുമോ? Please give me some water, കുറച്ച് വെള്ളം തരുമോ? അതേ സെയിം സ്പെല്ലിങ്ങിൽ പ്ലീസിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക.
പ്ലീസ് മീൻസ് എന്താണ്? സന്തോഷിപ്പിക്കുക. ഓക്കെ, അപ്പോൾ പറയാണ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. എൻ്റെ ഒരു ചിത്രം നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് ഞാൻ ചിന്തിച്ചു പോയതിൽ, ആ തിടുക്കം കൊണ്ടാണ് വന്നത്, അങ്ങനെ ഞാൻ ചിന്തിച്ചു പോയതിൽ പാർഡൺ മീ, എന്നോട് ക്ഷമിച്ചാലും. ദെൻ ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് അവർ ലേഡി. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. എന്താണ്? ബ്രിങ് എന്നുള്ള വെർബിൻ്റെ V2 ഫോമാണ് ബ്രോട്ട്, കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ഐ ഹാവ് ബ്രോട്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എ പിക്ചർ ഓഫ് അവർ ലേഡി, എൻ്റെ രാജ്യം വേറെയാണ്. അവർ ലേഡി, ഞങ്ങളുടെ രാജ്യത്തെ രാജ്ഞിയുടെ ഒരു ചിത്രം. ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് അവർ ലേഡി. ദെൻ ദ വെർജിൻ, അവിടുത്തെ കന്യകയായിട്ടുള്ള ഒരു രാജ്ഞിയുടെ ചിത്രമാണ്. ഇൻ ഹെർ റോയൽ റോബ്സ്. എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ദ വേർഡ് റോബ്? ROBE, റോബ് എന്താണ്? റോബ് മീൻസ് ഡ്രസ്സാണ്, ക്ലോത്ത് ആണ്. ഇപ്പൊ റോയൽ റോബ്സ് എന്ന് പറഞ്ഞാലോ, റോയൽ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാകും. റോയൽ എൻഫീൽഡ് എന്നൊക്കെ, ബുള്ളറ്റിൻ്റെ മുകളിലൊക്കെ. റോയൽ എന്ന് പറഞ്ഞാൽ റോയൽ ഫീസ്റ്റ്, രാജകീയമായ സദ്യ. റോയൽ എന്നുള്ള വാക്കിൻ്റെ മീനിങ് ആണ് രാജകീയമായിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇൻ ഹെർ റോയൽ റോബ്സ് എന്ന് പറഞ്ഞാലോ, രാജകീയമായ ഡ്രസ്സിലുള്ള ഞങ്ങളുടെ രാജ്ഞിയുടെ ചിത്രം ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാണ് രാജാവിന്. ദെൻ ടിൽ പോസ്റ്റ് എ ഫ്യൂ മൊമെൻറ്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ. എന്താണ് ഫ്യൂ എന്നുള്ളൊരു വാക്ക് നമുക്കിവിടെ കാണാം. ഫ്യൂ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. പക്ഷേ എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ്. ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ടിൽ പോസ്റ്റ് എ ഫ്യൂ മൊമെൻറ്റ്സ് ടു ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ. എന്താ സിങ്ക്? സിങ്ക് എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താ? സിങ്ക് എന്ന് പറഞ്ഞാൽ മുങ്ങിത്താഴുക എന്നാണ് അർത്ഥം. ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇന്നോ, വാക്കുകൾ കിട്ടാൻ വേണ്ടി മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആലോചിക്കുകയാണ് ടിൽ. ഓക്കെ, സിങ്ക് എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നാണ് അർത്ഥം. ഇവിടെ മനസ്സിലേക്കാണ് ഒന്ന് മുങ്ങിത്തപ്പി എടുക്കുക വാക്കുകൾ. ഇനി രാജാവിനെ ഇങ്ങനെ സോപ്പിട്ട് പറയാനുള്ള വാക്കുകൾ കിട്ടണ്ടേ? അപ്പം അതുകൊണ്ട് വാക്കുകൾക്ക് ക്ഷാമം. അതുകൊണ്ട് ഒന്ന് പോസ് ചെയ്തിട്ട് വാക്കുകൾ കിട്ടാൻ വേണ്ടി ഒന്ന് ചിന്തിക്കുകയാണ് ടിൽ. ദെൻ ഹി കണ്ടിന്യൂഡ്, പിന്നെ തുടരുകയാണ്. യു മസ്റ്റ് ഫോർഗിവ് മീ. നിങ്ങൾ ഉറപ്പായിട്ടും, മസ്റ്റ് എന്നുള്ള വാക്ക് ഉറപ്പിനെ സൂചിപ്പിക്കും. യു മസ്റ്റ് ഫോർഗിവ് മീ, ഉറപ്പായിട്ടും എനിക്ക് ഫോർഗിവ്. എന്താ ഫോർഗിവ് എന്ന് പറഞ്ഞാൽ? നേരത്തെ ഒരു വാക്ക് പഠിച്ചു, പാർഡൺ, ക്ഷമിച്ചാലും. അതേ മീനിങ് ആണ് ഫോർഗിവ്. ഓക്കെ, യു മസ്റ്റ് ഫോർഗിവ് മീ എന്ന് പറഞ്ഞാൽ എന്നോട് നിങ്ങൾ എന്തായാലും ക്ഷമിച്ചിരിക്കണം, എന്നോട് ക്ഷമിക്കണേ. ദെൻ യുവർ ഹൈനസ്, രാജാവേ, ഇഫ് ഐ ഹാവ് ഡയർഡ് ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. ദ ഡയർ, DARE, ഡയർ എന്ന് പറഞ്ഞാൽ, ഡയർ എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. എനിക്ക് ധൈര്യം ഉണ്ടായല്ലോ. ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. പ്ലീസിന് ഞാൻ മറ്റൊരു അർത്ഥം കൂടെ പറഞ്ഞു, ദയവായി എന്നല്ല, മറ്റൊരു അർത്ഥം കൂടെ വരും, സന്തോഷിപ്പിക്കുക. ഐ ഹാവ് ഡയർഡ് ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. ഈ ചിത്രം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ചിന്തിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായല്ലോ, അതിനെന്നോട് ക്ഷമിക്കണേ. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു വാക്കുണ്ട്, ടില്ലെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുക. ഡയറക്റ്റ് ആയിട്ടൊന്നും പറയുന്ന ശീലമല്ല, ചുറ്റി വളഞ്ഞാണ് പറയുക. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു തീർത്താൽ മതി. ശരി, ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞാണ് പറഞ്ഞു വരിക. ഓക്കെ, ദെൻ പെർഹാപ്സ്, PERHAPS. പെർഹാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എന്നാണ് അർത്ഥം. പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ മീ ദ ചെയർ ഓഫ് യുവർ കോട്ട് പെയിൻറ്റർ who died recently. I can see the empty velvet chair waiting to be filled. നോക്കാം, അവിടെ ഒരു ട്രിക്ക് എടുക്കുന്നുണ്ട് നമ്മുടെ ടിൽ. എന്താ പറയുന്നത്? പെർഹാപ്സ് യുവർ ഹൈനസ്, ഒരു പക്ഷേ അങ്ങേക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിലോ, വിഷ്, ആഗ്രഹമാണ്, വിഷ് ടു ഓഫർ മീ, എനിക്കൊരു ഓഫർ തരാൻ തോന്നിയാലോ, ദ ചെയർ ഓഫ് യുവർ കോട്ട് പെയിൻറ്റർ. ചില്ലറ ഓഫർ ഒന്നല്ല, ദ ചെയർ ഓഫ് യുവർ കോട്ട് പെയിൻറ്റർ. കോർട്ട് എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരം അല്ലെങ്കിൽ എന്നുള്ള മീനിങ് ആണ്. ആ രാജസദസ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കോർട്ട്. കോർട്ടിൽ മന്ത്രി ഉണ്ടാവും, കൊട്ടാരം വിദൂഷകൻ ഉണ്ടാകാം, കൊട്ടാരം പെയിൻറ്റർ ഉണ്ടാകും, കൊട്ടാരം വൈദ്യൻ ഉണ്ടാകും. നമ്മൾ പല കഥകളിലും വായിച്ചിട്ടുണ്ട്. സിമിലർലി കോർട്ട് പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ കൊട്ടാരം ചിത്രകാരൻ. കൊട്ടാരം ചിത്രകാരൻ. ഹു ഡൈഡ് റീസെൻ്റ്ലി. എന്താ റീസെൻ്റ്ലി? ലേറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മീനിങ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് ലേറ്റസ്റ്റ്. ഓക്കെ, ലേറ്റസ്റ്റ് ഇറങ്ങിയ മൂവി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ.
ഈ അടുത്ത്. അപ്പൊ റീസെന്റും സെയിം മീനിങ് ആണ്. ഹു ഡൈഡ് റീസെന്റ്ലി, ഈ അടുത്ത് മരിച്ചിട്ടുണ്ട് കോട്ട് പെയിന്റർ. അപ്പോൾ ആ സീറ്റ് എനിക്ക് ഓഫർ ചെയ്യണമെന്ന് തോന്നിയാലോ എന്നാണ് ചില്ലിന്റെ ചിന്ത. ഓക്കെ, ആ ഒരു ഓഫർ നിങ്ങൾ വെച്ചാലോ എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ താങ്കൾ ചിന്തിച്ചു പോയാൽ തെറ്റ് പറയാൻ പറ്റൂലല്ലോ, രാജാവിനോട് പറയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ടിൽ വളരെ ഇൻ്റലിജൻ്റ് ആണ്, ട്രിക്കി, സൂത്രക്കാരനാണ്. പറയാണ് ആ കോട്ട് പെയിൻറ്റർ സീറ്റ് എനിക്ക് ഓഫർ ചെയ്താലോ. ഐ ക്യാൻ സീ, ഐ ക്യാൻ സീ. സി എന്ന് പറഞ്ഞാൽ കാണുക, SEEC, കാണുക. I can see the empty velvet chair waiting to be filled. എന്താണ് empty എന്ന് പറഞ്ഞാൽ? What do you mean by the word empty? Vacant, empty എന്നൊക്കെ പറഞ്ഞാൽ ഇല്ല, ശൂന്യമായ എന്നാണ് അർത്ഥം. I can see, എനിക്ക് കാണാം, the empty velvet chair, ശൂന്യമായി കിടക്കുന്ന velvet chair. വെറും ചെയറല്ല, അവിടെ രാജകൊട്ടാരത്തിലെ ഓരോരുത്തർക്കും, നമ്മൾ ബാഹുബലി ഫിലിമിലൊക്കെ കണ്ടില്ലേ, രാജാവ് നടുക്കിരിക്കും, രണ്ട് സൈഡിലും കൊട്ടാരത്തിലെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അവർക്കൊക്കെ പ്രത്യേക സിംഹാസനങ്ങളാണ് അല്ലേ, നല്ല സൂപ്പറായിട്ടുള്ള ചെയേഴ്സാണ്. നമ്മൾ യൂസ് ചെയ്ത ചെയർ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ നല്ല രീതിയിലുള്ള ഇരിപ്പിടങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വെൽവെറ്റ് ചെയർ അതെനിക്ക് കാണാം. വെയിറ്റിംഗ് ടു ബി ഫിൽഡ്, ആ ചെയർ ആർക്കോ വേണ്ടി കാത്തിരിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് അവിടെ ഇരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ചെയർ. ആരെങ്കിലും അല്ല, ഒരു പെയിൻറ്ററെ കാത്തിരിക്കുന്നുണ്ട്. അത് ഞാനായാലോ, എനിക്കത് കാണാം എന്ന് പറയാണ് ആര്, ടിൽ. ദെൻ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം. The Virgin's picture was a splendid painting, and the Archduke made up his mind at once. He embraced and kissed him on both cheeks. He said, I shall be delighted to make you my court painter. He directed him to the chair and made him sit on it. Then, well, my dear fellow, he said, you do have a tongue in your head. You do have a tongue in your head, and certainly seem to know how to use it. You are a very talkative fellow, aren't you? ഇതാണ് ഈ ഒരു പാരഗ്രാഫ്. നമുക്ക് ഇതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. The Virgin's picture was a splendid one. സ്പ്ലെൻഡിഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ആണ്, അതിഗംഭീരം എന്നുള്ള മീനിങ്ങാ, പ്രൗഢമായിട്ടുള്ളത്. എന്തെങ്കിലും ഒരു ചിത്രം വരച്ച് കൊണ്ടുവന്നതല്ല, രാജാവിന് പ്രസന്റ് ചെയ്ത പിക്ചർ. ഈ പിക്ചർ കണ്ടിട്ട് കൊട്ടാരം പെയിന്റർ ആക്കാൻ തോന്നിയാലെന്നൊക്കെ ചോദിച്ചില്ലേ. That picture was a splendid one. സൂപ്പർ ആയിരുന്നു, അടിപൊളി ചിത്രമായിരുന്നു. സ്പ്ലെൻഡിഡ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് തേർഡ് ചാപ്റ്റർ ഒരു പോയാണ്, അവിടെ ഇതേ വാക്ക് വരുന്നുണ്ട്. സോ ദാറ്റ് പിക്ചർ വാസ് എ സ്പ്ലെൻഡിഡ് വൺ. ദെൻ ആൻഡ് ദ ആർച്ച്ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. നോക്കി നിൽക്കുകയാണ് രാജാവ്, ചിത്രത്തിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്, സ്തബ്ധനായി പോയി. ദ കിങ് വാസ് ഷോക്ക്ഡ്, ദ ആർച്ച്ഡ്യൂക്ക് വാസ് ഷോക്ക്ഡ്. Then suddenly the king embraced and kissed till on both cheeks. Embraced എന്താണ് മീനിങ്? ഹഗ് എന്നുള്ള അർത്ഥമാണ്. Embraced till and kissed him on both cheeks. ഓക്കെ, രണ്ട് കവിളിലും ടില്ലിനൊരു ഉമ്മ കൊടുക്കുകയാണ് ആര്? രാജാവ്. സന്തോഷം കൊണ്ട്, സ്നേഹം കൊണ്ട്. എത്ര നല്ല പെയിന്റിംഗ് ആണ്. അങ്ങനെ ടില്ലിനെ രാജാവ് നന്നായിട്ട് ആലിംഗനം ചെയ്യാണ്. Then I shall be delighted to make you my court painter. Archduke said that I shall be delighted. Delighted എന്നുള്ള വാക്കിൻ്റെ മീനിങ് ഹാപ്പി എന്നാണ്, സന്തോഷം. I shall be delighted, സന്തോഷം മാത്രമേ ഉള്ളൂ. To make you my court painter. To make you my court painter. I shall be delighted to make you my court painter. എൻ്റെ കോട്ട് പെയിൻറ്ററായിട്ട് നിന്നെ നിയമിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കാരണം? ദാറ്റ് പിക്ചർ വാസ് എ സ്പ്ലെൻഡിഡ് വൺ. ചിത്രം അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ദെൻ ഹി ഡയറക്റ്റഡ് ഹിം ടു ദ ചെയർ. നമ്മുടെ വെൽവെറ്റ് ചെയർ ഉണ്ടല്ലോ, ഈ അടുത്ത് മരിച്ച ആ ആർട്ടിസ്റ്റിൻ്റെ ആ ചെയറിലേക്ക് കിങ് ഡയറക്റ്റഡ് ഹിം, കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഡയറക്റ്റഡ് ഹിം ടു ദ ചെയർ ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്. അവിടെ ഇരുത്തുകയാണ്. അത്രയ്ക്ക് സ്നേഹമാണ് കേട്ടോ. ഒരു കലാകാരൻ, ഒരു പെയിൻറ്റർക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം, ആ ഒരു പരിചരണ അല്ലെങ്കിൽ ആ ഒരു കെയർ, അത് മനസ്സിലാക്കുക. ആൾക്കാരുടെ മനസ്സിലെപ്പോഴും ആർട്ടിസ്റ്റിന് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. രാജാവിൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ദെൻ വെൽ മൈ ഡിയർ ഫെലോ. രാജാവ് അത്രയ്ക്ക് മോശമൊന്നല്ല, രാജാവിന് മനസ്സിലായി നല്ല ട്രിക്കൊക്കെ ഉപയോഗിക്കുന്ന ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണ് ചില്ലെന്ന്.
എങ്ങനെയൊക്കെയോ രാജാവിനെ പറഞ്ഞ് വീഴ്ത്തിക്കളഞ്ഞു. പറയാണ്, വെൽ മൈ ഡിയർ ഫെലോ, ഫെലോ എന്ന് പറഞ്ഞ ഒന്നുമില്ല കേട്ടോ, പ്രിയപ്പെട്ട ആളെ എന്നൊക്കെയുള്ള അർത്ഥമേ ഉള്ളൂ. വെൽ മൈ ഡിയർ ഫെലോ, ഹി സെഡ്, യു ഡു ഹാവ് എ ടങ്. എന്താ ടങ് എന്ന് പറഞ്ഞാൽ നാവാണ്. യു ഡു ഹാവ് എ ടങ് ഓൺ യുവർ ഹെഡ്. എവിടെയാണ്? നമ്മുടെയൊക്കെ നാവ് വായിലല്ലേ. യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ്. നിനക്ക് തലയിൽ ഒരു നാവുണ്ട്. ആൻഡ് യു സർട്ടൻലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിനക്കറിയാം. തലയിലൊരു നാവുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ നന്നായിട്ട് സംസാരിച്ച്, നാവ് നമ്മൾ നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കൂലേ, നന്നായിട്ട് സംസാരിച്ച് ബുദ്ധിപരമായി സംസാരിച്ച് ആളെ വീഴ്ത്തുന്നതിൽ നീ വിരുദ്ധനാണ്, നീ ഒരു ട്രിക്കി പേഴ്സൺ ആണ്. ഓക്കെ, യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് എന്ന് പറഞ്ഞാൽ നീ ബുദ്ധിമാനാണ്, എങ്ങനെ സംസാരിക്കണമെന്ന് നിനക്കറിയാം. ആൻഡ് certainly, certainly എന്ന് പറഞ്ഞാൽ ഉറപ്പായും, certainly ഉറപ്പായും, seems to know how to use it. നമുക്കൊക്കെ നാവുണ്ടാവും, പക്ഷെ അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് വേണ്ട പോലെ ഉപയോഗിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലേ. നാവ് പല രീതിയിലും നമ്മളെ എന്താ പറയാ, പലപ്പോഴും നമ്മളെ കുഴപ്പത്തിലാക്കും അല്ലേ. ചില സമയത്ത് നമ്മൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉണ്ടാവും, ചില സിറ്റുവേഷനിൽ നമ്മൾ പ്രതികരിച്ചു പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വായിന്ന് വീഴുന്ന ഓരോ വാക്കുകളും പിന്നത്തേക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, അല്ലെങ്കിൽ ആ സമയം തന്നെ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും. അതുകൊണ്ട് പറയുന്ന ഓരോ വാക്കും, പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാൻ പറ്റൂല എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ നമ്മുടെ വായിന്ന് വീഴുന്ന ഓരോ വാക്കും നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക. നമ്മളൊരു വാക്കുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാവാൻ പാടില്ല. വാക്കുകൾ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക. ഓക്കെ, then certainly seems to know how to use it. എങ്ങനെ ഉപയോഗിക്കണമെന്നും താങ്കൾക്കറിയാം, രാജാവ് പറയാണ്. Then you are a very talkative fellow. ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സംസാരിക്കുക അല്ലേ, ടോക്ക്. യു ആർ എ വെരി ടോക്കറ്റീവ്. ഇപ്പം ടോക്കറ്റീവ് എന്ന് പറഞ്ഞാലോ സംസാരപ്രിയൻ എന്നാണ് അർത്ഥം. യു ആർ എ വെരി ടോക്കറ്റീവ് ഫെലോ, ആറന്റ് യു? അങ്ങനെയല്ലേ? ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദ ഫോർത്ത് പാരഗ്രാഫ്. സോറി, ദിസ് ഈസ് അബൌട്ട് ദ തേർഡ് പാരഗ്രാഫ്. ദെൻ നമുക്ക് ഫോർത്ത് പാരഗ്രാഫ് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ദെൻ യുവർ ഹൈനസ് നൗ ടിൽ ഈസ് ദ കോട്ട് പെയിൻറ്റർ. ഇപ്പോൾ ടിൽ അവിടുത്തെ കൊട്ടാരം ചിത്രകാരനാണ്. അലഞ്ഞു തിരിഞ്ഞ് വന്ന, വാണ്ടറിംഗ് ആയിട്ട് വന്ന, ടിൽ വാസ് എ വാണ്ടറിംഗ് ഫെലോ, വാസ് വാണ്ടറിംഗ് ഫ്രം കോർട്ട് ടു കോർട്ട്. വി നോ ദാറ്റ്, നമുക്കറിയാം. നൗ ഹി ഈസ് ദ കോട്ട് പെയിൻറ്റർ ഓഫ് ബാറ്റൻബർഗ്. നൗ ടിൽ ഈസ് ദ കോട്ട് പെയിൻറ്റർ ഓഫ് ബാറ്റൻബർഗ്. അപ്പോൾ ചില്ലറക്കാരനല്ല, വന്ന ലുക്കാണോ ഇപ്പോൾ? ലുക്ക് അതൊക്കെ ആണെങ്കിലും പൊസിഷൻ മാറി. നൗ ഹി ഈസ് ദ കോട്ട് പെയിൻറ്റർ. അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് കൊണ്ട് ഇപ്പോൾ കോട്ട് പെയിൻറ്റർ ആണ്. ഇപ്പോൾ രാജാവിനോട് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് സംസാരിക്കാമല്ലോ. യുവർ ഹൈനസ്, മേ ഇറ്റ് പ്ലീസ് ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി. എന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ രീതിയിലും എനിക്ക് വേണ്ട സൗകര്യമൊക്കെ കിട്ടി. നൗ യു ഹാവ് ടു റിമെമ്പർ മൈ ഡോങ്കി. ഐ ഹാഡ് എ ഡോങ്കി. എനിക്കൊരു കഴുതുണ്ടായിരുന്നു, പുറത്ത് നിർത്തിയേക്കുക. എനിക്കൊരു കഴുതുണ്ട്. ദെൻ ഫോർ ജസ്റ്റ് വൺ മോർ മിനിറ്റ്, ഒരു മിനിറ്റ്, ടിൽ റിപ്ലൈ, മൈ ഡോങ്കി ഹാസ് ബീൻ feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside, but I have had nothing to eat for the past 3 days. My stomach has been complaining very loudly. Perhaps your highness can even hear it now. I have been feeding myself with dreams of good food and drink at your royal table. ഈ പാരഗ്രാഫ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. യുവർ ഹൈനസ് മേ ഇറ്റ് പ്ലീസ് ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി. ഞാനും എൻ്റെ കഴുതയുണ്ട്, ഞങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഫോർ ജസ്റ്റ് വൺ മോർ മിനിറ്റ്, ഒരു മിനിറ്റ്. മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ്. എന്താ ഫീഡ് ചെയ്യുക? നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ ഫീഡ് ചെയ്ത് കൊടുക്കൂലേ, ഭക്ഷണം കൊടുക്കും. ഓക്കെ, മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ്. എൻ്റെ കഴുത വരുന്ന വഴിക്ക് റോഡ് സൈഡിലുള്ള ഈ കുറ്റിക്കാടും മുള്ളുകളും പുല്ലുകളൊക്കെ തിന്നിട്ടുണ്ട്. നമുക്കങ്ങനെ കഴിക്കാൻ പറ്റുമോ? ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് ഈ പുല്ലും മുള്ളൊക്കെ തിന്ന് ജീവിക്കാൻ പറ്റുമോ? കഴുതയ്ക്ക് അത് പറ്റും. വരുന്ന വഴിയിലുടനീളമുള്ള കുറ്റിക്കാടൊക്കെ എൻ്റെ കഴുത തിന്നിട്ടുണ്ട്, എനിക്കത് പറ്റില്ലല്ലോ. അതാണ് പറയുന്നത് കേട്ടോ. വെൽ മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ്. മൈസെൽഫ്, ഹിംസെൽഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ അവൻ സ്വയം, അല്ലെങ്കിൽ അവൻ തന്നെ, എൻ്റെ കഴുത തന്നെ സ്വന്തമായിട്ട് വരുന്ന വഴിക്ക് ഭക്ഷണമൊക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. ദെൻ
ഫീഡിങ് ഹിംസെൽഫ് ഫെയർലി, ഒരു വിധം fairly well all along the way on the thorns in the hedges and the grass on the roadside. THORN, തോൺ എന്ന് പറഞ്ഞാൽ മുള്ള് എന്നാണ് അർത്ഥം. മുള്ളില്ലേ, ആ മുള്ളാണ് കേട്ടോ. തോൺസ് ഇൻ ദ ഹെഡ്ജ്, ഹെഡ്ജ് മീൻസ് കുറ്റിച്ചെടി. ഈ വാക്കുകളൊക്കെ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ ഞാനിവിടെ വായിക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സമഗ്രയെന്ന് ഡൗൺലോഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എന്താണെങ്കിലും നിങ്ങൾ അതിലൂടെ ഒന്ന് ഞാൻ വായിക്കുമ്പോൾ റീഡ് ചെയ്ത് എൻ്റെ കൂടെ തന്നെ വായിച്ചു പോകണം. എന്നാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാവും കേട്ടോ. അപ്പം ഹെഡ്ജസ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി എന്നാണ് അർത്ഥം. ഹെഡ്ജസിൻ്റെ തോൺസൊക്കെ എൻ്റെ കഴുത കഴിച്ചിട്ടുണ്ട്. ആൻഡ് ദ ഗ്രാസ് ഓൺ ദ റോഡ് സൈഡ്, റോഡ് സൈഡിലൊക്കെ പുല്ലുണ്ട്. ഗ്രാസ് മീൻസ് പുല്ലാണ്. ആൻഡ് ദ ഗ്രാസ് ഓൺ ദ റോഡ് സൈഡ്. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ്, എനിക്കുണ്ട് എന്നാണോ? I have had nothing, എനിക്കൊന്നുമില്ലായിരുന്നു. For the past 3 days, ഇന്നും ഇന്നലെയല്ല, for the past 3 days, കഴിഞ്ഞ 3 ദിവസമായിട്ട് I have had nothing, എനിക്കൊന്നും കഴിക്കാൻ കിട്ടിയില്ല. എൻ്റെ കഴുത എന്തെല്ലാമൊക്കെ കഴിച്ചിട്ടുണ്ട്. My stomach, എന്താണ് stomach എന്ന് പറഞ്ഞാൽ? stomach എന്ന് പറഞ്ഞാൽ വയറാണ് അല്ലേ? My stomach has been complaining, എൻ്റെ വയറിപ്പോൾ പരാതി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കംപ്ലൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പരാതിയല്ലേ? മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി, എൻ്റെ സ്റ്റൊമക്ക്, എൻ്റെ വയറിപ്പോൾ ഉറക്കെ പരാതി പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അത്രയും വിശപ്പുണ്ട് എന്നാണ് അർത്ഥം. ശരിക്കും ഒറ്റ വാക്കിൽ ഐ ആം വെരി ഹംഗ്രി, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ചില്ല അങ്ങനത്തെ ഒരാളല്ല, ഒക്കെ ചുറ്റി വളഞ്ഞ് പറയുന്ന ആളാ. മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി, എൻ്റെ വയറ് ഒച്ചത്തിൽ പരാതി പറയുന്നു എന്ന് പറഞ്ഞാൽ ഐ ആം ടു മച്ച് ഹംഗ്രി, നല്ല വിശപ്പാണ് എനിക്ക്. ദെൻ പെർഹാപ്സ്, ലൗഡ്ലി എന്ന് പറഞ്ഞാൽ ഉറക്കെ എന്നാണ് കേട്ടോ. പെർഹാപ്സ് യുവർ ഹൈനസ്, രാജാവിനെ വിളിക്കുക, അങ്ങേക്ക് തോന്നിയാലോ? യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ് നൗ, യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ, നിങ്ങൾക്കും അത് കേൾക്കാം. എനിക്ക് എൻ്റെ വയറിപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കും കേൾക്കാം, ഇത്ര ഒച്ചത്തിലാണ്. വെരി ഹംഗ്രി. ദെൻ ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ്, ഞാനും ചെറിയ രീതിയിൽ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. എന്താണ് കഴിക്കുന്നത്? ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ഡ്രീംസ്, സ്വപ്നങ്ങൾ കൊണ്ടാണ് ഞാൻ എൻ്റെ വയറ് നിറയ്ക്കുന്നത്. വേറെ ഒന്നും കാര്യമായിട്ട് കഴിക്കാനില്ല. സ്വപ്നങ്ങൾ കൊണ്ട് വയറ് നിറച്ചിരുന്ന ആളാണ് ഞാൻ. I have been feeding myself with the dreams of good food and drink at your lower table. താങ്കൾ അങ്ങയുടെ റോയൽ ടേബിളിൽ ഒരുക്കി വെച്ച നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ്, ഭക്ഷണങ്ങളും ഡ്രിങ്ക്, നല്ല പാനീയങ്ങളും ഇതൊക്കെ കഴിക്കുന്ന സ്വപ്നം കണ്ടാണ് ഞാൻ എൻ്റെ വയറ് നിറച്ചിരുന്നത്. ഓക്കെ, ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ഡ്രീംസ്, സ്വപ്നങ്ങൾ കൊണ്ട് വയറ് നിറച്ചു. ദെൻ ദ ആർച്ച് സ്മൈൽഡ്, ആർച്ച് ഡ്യൂക്ക് ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ്. ദ ആർച്ച് ഡ്യൂക്ക് സ്മൈൽഡ് ആൻഡ് സെഡ്, ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് പറയാണ് കേട്ടോ. വെൽ മൈ ഡിയർ ഫെലോ, യു വിൽ സർട്ടൻലി ഹാവ് സംതിങ് മോർ സോളിഡ് ദാൻ ഡ്രീംസ് ടു ഫീഡ് ഓൺ. ബട്ട് വേർ ഇസ് യുവർ ഡോങ്കി? I left him outside, opposite of the palace. I shall be most grateful if Jeff is looked after. He needs a little fodder and lodging at night, said Jill. The Archduke immediately ordered the donkey to be taken care of, and he added, treat it like one of my own animals. Okay, നമുക്കൊന്ന് നോക്കാം എന്താ പറയുന്നത്. Archduke smiled at Jill, ചിരിക്കാണ് ടില്ലിനോട്, and said, well, my dear fellow, you will certainly have something more solid than dreams to feed on. Solid than dreams. നീ ഇപ്പോൾ സ്വപ്നങ്ങൾ കൊണ്ട് വയറ് നിറച്ചു എന്ന് പറഞ്ഞില്ലേ? സോളിഡ് ദാൻ ഡ്രീംസ്, സ്വപ്നങ്ങളെക്കാളിലും നല്ല സോളിഡായിട്ട് നല്ല കനത്തിൽ എന്തെങ്കിലും നിനക്ക് ഞാൻ കഴിക്കാൻ തരുന്നതാണ്. യു വിൽ സർട്ടൻലി ഹാവ് സംതിങ്, നിനക്ക് ഉറപ്പായിട്ട് എന്തെങ്കിലും കിട്ടും. സോളിഡ് ദാൻ ഡ്രീംസ്, സ്വപ്നത്തിനേക്കാളും നല്ല കട്ടിയുള്ള നല്ല ആഹാരങ്ങൾ നിനക്ക് ഞാൻ തരാം. ബട്ട് വെർ ഈസ് യുവർ ഡോങ്കി? നീ നിന്റെ ഡോങ്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. വെർ ഈസ് യുവർ ഡോങ്കി? എവിടെ നിന്റെ കഴുത? ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ്, അകത്തേക്ക് കയറ്റി വിട്ടില്ലല്ലോ. ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ് ഓഫ് ദ പാലസ്, പാലസിന്റെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് ദ പാലസ്, പാലസിന്റെ ഓപ്പോസിറ്റ് എതിർവശത്ത് അവിടെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. ദെൻ ഐ ഷാൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ. ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ?
ഞാൻ നന്ദിയുള്ളവനായിരിക്കും. ഐ ഷാൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ, ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. ഇഫ് ജഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ ലൈക്ക് മീ, എന്നെപ്പോലെ. ഇഫ് ജഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ, ജഫിനെ കൂടെ താങ്കൾ നോക്കുകയാണെങ്കിൽ ഐ ഷാൾ ബി ഗ്രേറ്റ്ഫുൾ, ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. എന്തായാലും ഇവിടുത്തെ കോട്ട് പെയിൻറ്ററായി എൻ്റെ കഴുതയും കൂടെ അങ്ങ് നോക്കുകയാണെങ്കിൽ, ഭക്ഷണമൊക്കെ കൊടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. ഹീ നീഡ്സ്, നീഡ് എന്ന് പറഞ്ഞാൽ എന്താ? നീഡ് ആവശ്യമാണ് അല്ലേ? ഹീ നീഡ്സ് എ ലിറ്റിൽ ഫോഡർ, കുറച്ച്. ഫോഡർ എന്ന് പറഞ്ഞാൽ എന്താ? കാലിത്തീറ്റ. കഴുത അല്ലെങ്കിൽ പശുക്കൾക്കൊക്കെ നമ്മൾ കാലിത്തീറ്റകൾ കൊടുക്കൂലേ കഴിക്കാൻ? നമ്മൾ കഴിക്കുന്ന ബിരിയാണിയോ അങ്ങനത്തെ ഒക്കെ അങ്ങനെയാണോ അവർക്ക് കൊടുക്കുക? അല്ല, അവർക്ക് വേറെ തന്നെ നമ്മൾ കഴിക്കുന്നത് കൊടുക്കും, വേറെ തന്നെ അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാവും. സോ ഫോഡർ എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റയാണ് പ്രത്യേകമായിട്ട് കൊടുക്കുന്നത്. സോ ഹി നീഡ്സ് എ ലിറ്റിൽ ഫോഡർ, കുറച്ച് കാലിത്തീറ്റ. ആൻഡ് ലോഡ്ജിങ്, ലോഡ്ജ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? നമ്മൾ എവിടെയെങ്കിലും ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ലോഡ്ജൊക്കെ എടുത്ത് താമസിക്കൂലേ? ഒരു രാത്രി ഒന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? സോ ഹി നീഡ്സ് എ ലിറ്റിൽ ഫോഡർ, കുറച്ച് ഭക്ഷണവും. ആൻഡ് എ ലോഡ്ജിങ്, രാത്രി ഒന്ന് തങ്ങാനൊരു സ്ഥലവും. അറ്റ് നൈറ്റ്, രാത്രി കാലങ്ങളിലോ ലോഡ്ജിങ്ങും കുറച്ച് ഫോഡറും കൊടുത്താൽ എൻ്റെ ജഫ് ഓക്കെയാണ്, എൻ്റെ ഡോങ്കി ഓക്കെയാണ്, അത്രയും മതി. സഡിൽ ദ ആർച്ച് ഡ്യൂക്ക് ഇമ്മീഡിയറ്റ്ലി ഓർഡേർഡ്, ആർച്ച് ഡ്യൂക്ക് ഓർഡർ ചെയ്യാണ്. എന്താ പറയുന്നത്? ദ ഡോങ്കി ടു ബി ടേക്കൻ കെയർ ഓഫ്. ചില്ല് മാത്രമല്ല, ദ ഡോങ്കി ടു ബി ടേക്കൻ കെയർ ഓഫ്, ഈ കഴുതയെയും ഉടനടി കൊട്ടാരത്തിലേക്ക് ഏറ്റെടുക്കണം. ടേക്കൻ കെയർ, അതിനെ നമ്മൾ സംരക്ഷിക്കുകയാണിനി. ആൻഡ് ഹി ആഡഡ്, ഒന്നുകൂടെ കൂട്ടി പറയാം, ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. ട്രീറ്റ് ചെയ്യാം, എങ്ങനെ പരിചരിക്കണം? ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽ, എൻ്റെ ഒരു മൃഗത്തെ പോലെ. ഇപ്പം രാജാവിന് ആനകളുണ്ടാകും, കുതിരകളുണ്ടാകും, അങ്ങനെ കൊട്ടാരം വക ഒരുപാട് ആനിമൽസ് ഉണ്ടാവും അല്ലേ? അതുപോലെ എൻ്റെ ഒരു മൃഗമായിട്ട് ഇന്നു മുതൽ നമ്മുടെ ചില്ലിൻ്റെ കഴുതയും ഉണ്ടായിരിക്കണം. ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ആനിമൽ, എൻ്റെ ഒരു ആനിമലിന് കൊടുക്കുന്ന അതേ പരിചരണം, അതേ കൺസിഡറേഷൻ, അതേ പരിഗണന, ആ ഒരു കെയർ അത് കൊടുത്ത് ഇന്നു മുതൽ കൊട്ടാരത്തിൽ ജഫും ഉണ്ടായിരിക്കണം. ദ കിങ് ഓർഡേർഡ്, രാജാവ് അത് ഓർഡർ ചെയ്യാണ്. അപ്പോൾ ഈ 4th പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിന്ന് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക ഇതുവരെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ടിൽ റീച്ച്ഡ് അറ്റ് ദ പാലസ് ഓഫ് ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദി പാലസ്, ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് സ്റ്റോപ്ഡ് ഹിം. അവിടെ നിർത്തുകയാണ്. എന്താ പറഞ്ഞത്? Hey, you fell on the donkey, stop there. We don't allow any loafers here. You and your donkey already look like skeleton. അതുപോലെ ഉണ്ട്. Okay. Then Till dismounted from his donkey and bowed low and said, May God bless you, Sir Captain. Okay. If I look like a skeleton, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? If I look like a skeleton, it's not my fault. It's because of hunger. I am very hungry. വിശപ്പ് കൊണ്ടാണ്. Okay. Then Captain of the Guard കുറിച്ച് പറയുമ്പോൾ I think you remember was a tall, well-built man of red in color, hair red in color ആണ്. Then about 25 years old, 25 വയസ്സിനടുത്ത് പ്രായമാണ്. Okay. അപ്പോൾ ഇത്രയും പോയിന്റ് ആലോചിക്കുക. Then whenever Till said that he was a painter and he was coming from Flanders, the captain of the guard allowed him to enter into the palace. അപ്പോൾ മാത്രമേ പാലസിലേക്ക് എൻ്റർ ചെയ്യാൻ സമ്മതിച്ചിട്ടുള്ളൂ. ഓക്കെ. Then Till was presented in front of Archduke. Then he saluted Archduke 3 times. അത് ചില്ലിൻ്റെ ഒരു രീതിയാണ്. അങ്ങനെ Archduke made him as the court painter. Archduke കോട്ട് പെയിൻറ്ററായിട്ട് ഇദ്ദേഹത്തിനെ നിയമിക്കുകയാണ്. ഓക്കെ. So now Till is the court painter of Battenberg and also Jeff is there. Jeff അവിടെ ഉണ്ട്. രാജാവിൻ്റെ ഒരു നല്ലൊരു രാജാവിൻ്റെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്ഥാനത്ത് ജെഫ് നിൽക്കുന്നുണ്ട്. ദിസ് ഈസ് അബൌട്ട് ദ സ്റ്റോറി. ചില്ലിനെ കുറിച്ച് മറക്കരുത്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ചില്ലിനെ കുറിച്ച് എല്ലാ എക്സാമിനും ചോദിക്കും. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡും ചില്ലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Till was a painter. നിങ്ങളൊരു നോട്ട്ബുക്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Till എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് Till ഒരു പെയിൻറ്റർ എന്നൊരു പോയിന്റ് എഴുതുക. Till was a painter. He was coming from Flanders. He had a donkey. The name of the donkey was Jeff. Then his clothes and appearance attracted everyone's attention. Then he was looked like skeleton. അസ്ഥിക്കൂട മാതിരിയായിരുന്നു ഉള്ളത്. Then he was very talkative fellow.
വളരെ സംസാരപ്രിയനാണ്. വെരി ഇൻ്റലിജൻറ്റ്, വളരെ ഇൻ്റലിജൻ്റ് ആണ് അല്ലേ. ആൻഡ് എ ട്രിക്കി മാൻ, നല്ല സൂത്രശാലിയായിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ്സ് മതി. ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ടെക്സ്റ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സംഘടിപ്പിക്കണം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ വേണം. അതുകൊണ്ട് ഞാനിവിടുന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങളും ടെക്സ്റ്റിലൂടെ വായിച്ചു പോവുക. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. സോ താങ്ക് യു.